ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു ഷാമ്പൂവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ ചെമ്പരത്തിൻ്റെ പൂ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു ഹെയർ ഷാമ്പൂ ഉണ്ടാക്കുന്നതും. നല്ല രീതിക്ക് മുടി വളരാനും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കൽ ഷാമ്പൂ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു ഷാമ്പൂ ഉണ്ടാക്കുന്നത്. അത്രയും നല്ലതാണ്. നമ്മൾ ഈ ഒരു പുറത്തുനിന്നൊക്കെ കെമിക്കൽ ഷാമ്പൂസൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഷാമ്പൂ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ ചെമ്പരത്തിൻ്റെ പൂവ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാം കേട്ടോ. അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പുറത്തൊക്കെ പോയി ഷാമ്പൂ ഒക്കെ വാങ്ങുന്നതിനേക്കാളും ഈ ഒരു ചെമ്പരത്തി പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഷാമ്പൂ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ കെയർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയിട്ട് നിങ്ങളുടെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെമ്പരത്തി പൂ ഉപയോഗിച്ചിട്ടാണ് താളി ഉണ്ടാക്കുന്നത്, നമ്മുടെ ഈ ഒരു ഷാമ്പൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചെമ്പരത്തിൻ്റെ പൂ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിൻ്റെ പൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. നമുക്കറിയാം നമ്മുടെ ചെമ്പരത്തി പൂ ഒരുപാട് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഷാമ്പൂ ആയിട്ടും അതുപോലെ താളിയായിട്ട് ഹെയർ പാക്കായിട്ട് ഓയിലായിട്ടും ഒക്കെ നമ്മൾ ചെമ്പരത്തിൻ്റെ പൂ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ചെമ്പരത്തി പൂവോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് പൂവിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ആ ഒരു പൂവിൻ്റെ ആ നടുക്കത്തുള്ള ആ ഒരു പൂവിൻ്റെ ഒരു അകത്തൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് ഇതളായിട്ട് ഇളക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷാമ്പൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പൂവ്. ഇനി നമുക്ക് ഷാമ്പൂ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഷാമ്പൂ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമ്മളിതിനകത്ത് ഒരു പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്താ പൊടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റീത്ത പൗഡറാണ് കേട്ടോ, നമ്മുടെ സോപ്പും കായ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു റീത്ത പൗഡർ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ആ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈ കഴുകാനായിട്ട് ഈ ഒരു സോപ്പും കായ പറിച്ചിട്ട് കൈയൊക്കെ കഴുകുമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ഇത് കൈ കഴുകാനൊക്കെ ആയിരുന്നു ഈ ഒരു സോപ്പും കായ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, കുട്ടിക്കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് പൗഡർ ഫോമിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അന്നൊക്കെ സമയത്ത് ഞങ്ങൾക്കത് ഹെയർ വാഷ് ചെയ്യാനായിട്ടും സാധിക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്തു കേട്ടോ. കാരണം അന്ന് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കായൊക്കെ ഉപയോഗിച്ച് കൈ കഴുകിയത്. പക്ഷേ അന്നൊന്നും ഇതിൻ്റെ യൂസേജ് അത്രയ്ക്കോ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു സോപ്പിൻ്റെ കാ വെച്ചിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷാമ്പൂ ഒക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ അങ്ങാടി കടയിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. 10-40 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു ചെറിയൊരു പാക്കറ്റിന്. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരൊറ്റ തവണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ ഒരു സോപ്പും കായുടെ അതായത് റീത്ത പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം എൻ്റെ ഹെയറിന് എടുത്തിട്ടുണ്ട്. ഒറ്റ തവണ നമ്മൾ അപ്ലൈ ചെയ്യാനാണ് കേട്ടോ ഞാൻ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെയൊക്കെ ഹെയർ നല്ല ലെങ്ത് ഉള്ളതും തിക്നെസ്സൊക്കെ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടാം. അതായത് തിക്നെസ്സൊക്കെ കുറഞ്ഞതാണെങ്കിൽ 1 സ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട് ഈ ഒരു ഇതളൊക്കെ ഇളക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ചെമ്പരത്തിൻ്റെ പൂവില്ലേ, ആ പൂവും കൂടിയിട്ട് ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് നേരെ ഡയറക്റ്റായിട്ട് ഗ്യാസിനകത്തോട്ട് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ഈ ഒരു നമ്മുടെ സോപ്പും കായ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനാണെങ്കിലും നമ്മുടെ നാച്ചുറലായിട്ടുള്ളൊരു ഷാമ്പു ആണ് കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് കെമിക്കൽസ് പ്രോഡക്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് മുടിയൊക്കെ കൊഴിഞ്ഞ് അതുപോലെ തന്നെ സ്കാൽപ്പിലെ മുടിയൊന്നും കിളിർത്ത് വരാതെയൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരം ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു ഷാമ്പു നമ്മുടെ ഓയിൽ കണ്ടൻറ്റ് തലയിലിരിക്കുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആ ഒരു നമ്മുടെ കെമിക്കൽ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി പൂ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഷാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു നമ്മുടെ സോപ്പിൻ്റെ ആ ഒരു പത ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടും നമ്മുടെ ആ ഒരു പൗഡറിൻ്റെ പത ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് തിളപ്പിച്ച് ഒരു മാക്സിമം ഒരു 4-5 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിനി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ആ പൗഡറിൻ്റെ ആ ഒരു പത ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല രീതിക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഹെയറിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷാമ്പു ആണിത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പതയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സോപ്പിൻ്റെ പൗഡർ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ചെമ്പരത്തി പൂവും കൂടിയിട്ട് ചേർത്തിട്ട് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെയാണ് കുതിർത്ത് വെക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല രീതിക്ക് പത വരും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അപ്പം തന്നെയാണ് ഇത് പൗഡർ എടുത്ത് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പതയൊക്കെ പോയിട്ട് അത് സാധാ ഒരു ഇതിലോട്ട് വരും കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ എപ്പോഴും എല്ലാ പാക്കും ചെയ്യുന്നത് പോലെ തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഒന്നുകിൽ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാനായിട്ട് നോക്കുക. ഞാനിവിടെ അരിപ്പ ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വല്ല ഓയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഓയിലും കൂടിയിട്ട് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ ഒരല്പം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ ഒരു സ്പൂൺ ഇട്ടിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പത നന്നായിട്ട് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ കെമിക്കൽ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് പതയൊന്നും വരത്തില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഷാമ്പു നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസൊക്കെ ഏതുവരെ എത്തി? ഞങ്ങളുടെ ക്രിസ്മസൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാറൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത്. ഞാനും മക്കളും കൂടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള 3 കമ്പൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ട്രീ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് അതൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷാമ്പൂവിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ. നല്ല രീതിക്ക് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷാമ്പൂ ഉള്ളത്. നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ഷാമ്പൂ ഉള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നല്ല രീതിക്ക് തന്നെ അത് പതയൊക്കെ വന്നിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സാധാ കെമിക്കൽ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച ഉടനെ അതിങ്ങനെ പതഞ്ഞിങ്ങനെ പൊങ്ങി വരും നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച്. പക്ഷേ ഇത് കുറച്ച് സമയം എടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പത വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിൻ്റെ ഷാമ്പൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഹെയറിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഒട്ടും കെമിക്കൽ ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. നമ്മുടെ ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റീത്ത പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ മുടി നമുക്ക് ഷാമ്പൂ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒട്ടും തന്നെ ഒരു കെമിക്കൽ പ്രോഡക്ട്സും യൂസ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും യൂസ്ഫുള്ളായിട്ടുള്ളൊരു
അടിപൊളിയായിട്ടുള്ള ഒരു ഷാമ്പു ആണ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഹെയർ പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാൻ നേരത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ അല്ലാണ്ട് നന്നായിട്ടൊന്ന് ചീകി കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു ഷാമ്പു അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് സ്കാൽപ്പിലൊക്കെ ഒന്ന് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. പതഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഒട്ടും ഓയിൽ കണ്ടൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി റിസൾട്ട് കിട്ടും കേട്ടോ. ഒരുപാട് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന അത്രയും ഒരു റിസൾട്ട് കിട്ടില്ല. എങ്കിലും നാച്ചുറലായിട്ടുള്ള ഷാമ്പു ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിലൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഷാമ്പു ഇട്ടിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എപ്പോൾ വേണം യൂസ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം. അകാലനര വരാതിരിക്കാനും അതുപോലെ തന്നെ മുടി നന്നായി തഴച്ച് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ടൊന്നും മറന്നു പോലെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ സീ.